ഓക്കെ, അപ്പോൾ നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. എ റൂം ഈസ് 15 meters ലോങ്, 4 meters ബ്രോഡ് ആൻഡ് 3 meters ഹൈ. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് വൈറ്റ് വാഷിംഗ് ഇറ്റ്സ് 4 walls അറ്റ് 50 പൈസ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്താണ്, ഒരു റൂമിൻ്റെ ലെങ്ത്ത് 15 meter ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 meter ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 3 meter ആണ്. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ 4 walls, അതായത് 4 wall മാത്രം വൈറ്റ് വാഷ് ചെയ്യാനുള്ള കോസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, വൈറ്റ് വാഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏരിയയാണ് അവിടെ വരിക നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി ഇവിടെ ഏരിയ 4 walls എന്ന് പറയുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. നമുക്കിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള 2 wall, അപ്പോൾ ഒരു വോളിൻ്റെ ഏരിയ L/B, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള വോളുണ്ട്, അപ്പോൾ 2 × L/B പ്ലസ് ഇനി എന്താ ഇപ്പുറത്തെ സൈഡിൽ ബ്രെഡ്ത്തും ഹൈറ്റാണ് വരെ, അപ്പോൾ BH ആണ് അതിൻ്റെ ഏരിയ. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് BH, അപ്പോൾ 2B, അപ്പോൾ 2LB + 2BH എന്ന് പറയും. അപ്പോൾ നമുക്ക് 2 കോമൺ ആയിട്ട് എടുത്താൽ 2 × LB + BH. അപ്പോൾ L എന്ന് പറയുന്നത് 15 ആണ്, B എന്ന് പറയുന്നത് 4 ആണ്, അപ്പോൾ 15 × 4 60 പ്ലസ് BH എന്ന് പറയുന്നത് എത്രയാണ്? B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് തന്നിരിക്കുന്നത്? 4 ആണ്, ഹൈറ്റ് 3 ആണ്, അപ്പോൾ 4 × 3 12, അപ്പോൾ 2 × 60 + 12, അപ്പോൾ 60 + 12 എന്ന് പറഞ്ഞാൽ 72, 2 × 72 114 കിട്ടും, 114 meter square. അപ്പോൾ ഇതിനേൽ ഇത്രയും കൂടി എളുപ്പം ഇതായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഷോർട്ട് നോട്ട്സ് കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പത്തിനായതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ഇതിൻ്റെയും കൂടിയുള്ള ഏരിയ 114 meter square ആണ്. ഓക്കെ, കാരണം റൂമിൻ്റെ മോൾ ഭാഗം താഴ്ഭാഗം നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 4 എണ്ണം മാത്രം മതി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് പേയിങ് അറ്റ് ദ റേറ്റ് 50 പൈസ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 meter square-ന് 50 പൈസയാണ്. 50 പൈസ എന്ന് പറയുന്നത് ½ രൂപയാണ്, അതുകൊണ്ടാണ് അവിടെ 1/2 എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 രൂപയുടെ പകുതിയാണ് 50 പൈസ, അപ്പോൾ 1/2 × 114. സോ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 7 rupees ആയിരിക്കും. അല്ല, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വാല്യൂ ഓഫ് 2/5 all raised to -2. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരിതുണ്ട്. നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 16ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിലേക്ക് പോകാം. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് 1728 cm3, ദെൻ ഇറ്റ് സർഫസ് ഏരിയ ഈസ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല A³ ആണ്. ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല 6A² ആണ്. അപ്പോൾ നമുക്കത് രണ്ടും അറിഞ്ഞ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ A³ എന്ന് പറയുന്നത് 1728. അപ്പോൾ A എന്ന് പറയുന്നത് ക്യൂബിക് റൂട്ട് ഓഫ് 1728. അപ്പോൾ 1728ൻ്റെ ക്യൂബിക് റൂട്ടാണ് A എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ A എന്ന് പറയുന്നത് നമുക്ക് 12 cm കിട്ടും. നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിൽ 3 എണ്ണം ഒരുമിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് 12 cm ഫാക്ടറൈസ് ചെയ്ത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ കമൻറ്റ് ചെയ്യുക, നമുക്കത് മറ്റൊരു വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ക്യൂബിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 6A² ആണ്. അപ്പോൾ A നമുക്ക് 12 കിട്ടി, 6 × 12 സ്ക്വയർ. 6 × 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. അപ്പോൾ 6 × 144 = 864 cm². അപ്പോൾ ഒരു 20 വരെയെങ്കിലുള്ള സ്ക്വയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ അതൊന്ന് പഠിക്കണം. നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഷോർട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, 17ാമത്തെ ചോദ്യം ദ വാല്യൂ ഓഫ് 2/5 all raised to -2. അപ്പോൾ 2/5 all raised to -2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കി, 2/5 all raised to -2. അപ്പോൾ ദാറ്റ് ഈസ് 2/5 ഇൻറ്റു 2/5 all square ആണ്. നമുക്ക് 2/5 × 2/5 എന്ന് ചെയ്യാമായിരുന്നു. 2/5 all raised to -2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ 1/2/5 all square എന്ന് വരും. കാരണം നമ്മൾ അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, എക്സ്പ്രഷനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, 1/2/5 all square എന്ന് വരും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതി കാണിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട് 1/2/5 all square. ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ 4 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്. 1/4/25. 4/25ൻ്റെ റെസിപ്രോക്കൽ നമ്മൾ കാണുമ്പോൾ 25/4 എന്ന് വരും. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം ഇഫ് 3 raised to x + 8 = 27 raised to 2x + 1 the value of x will be. അപ്പോൾ എന്താണ് 3 raised to x + 2 = 27 raised to 2x + 1 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ 2 നമ്പറുകൾ ഇവിടെ ഈക്വൽ ആണ്. സോ ഇഫ് ദ നമ്പർ ഷുഡ് ബി ഈക്വൽ ദർ എക്സ്പോണൻറ്റ് ഷുഡ് ബി ഈക്വൽ. അപ്പോൾ എന്താണ്, നമുക്ക് എന്ത് പറയാം, x + 8 എന്ന് പറയുന്നത് നമുക്ക് ഇതിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം ചെയ്യണം, നമ്മൾ പ്രത്യേകം പറയാൻ ഒരു കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ ബേസ് 2 സെയിം ആണെങ്കിലാണ് നമുക്ക് എക്സ്പോണൻസ് സെയിം ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്,
27^2x+1, 27 എന്ന് പറയുന്നത് 3^3 ആണ്. സോ 3^3 all raised to 2x+1, അപ്പോൾ അത് 3^6x+3 വരും. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ റേസ് ടു ആണ്, ഇവിടെ ഇൻറ്റു എന്നത് അങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്, ഇത് എഴുതി കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ 3^x+2, 3^x+8 is equal to 3^6x+3. So the base is same, so we can equalize the exponent. So x+8 equal to 6x+3. ഇനി എന്ത് ചെയ്യുക, 6xനും എക്സിനെയൊക്കെ ഒരു സ്ഥലത്താക്കുക, ബാക്കിയുള്ള നമ്പർ വേറെ സ്ഥലത്താക്കുക. അപ്പോൾ എക്സിനെ റൈറ്റ് സൈഡിലേക്ക് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് 6x - x 5x വരും. 3 അപ്പുറത്തേക്ക് 8 - 3 5 വരും. സോ 5x = 5, x = 5/5. അപ്പോൾ x = 1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 18ാമത്തെ ചോദ്യം നമ്മൾ കവർ ചെയ്തു. ഇനി 19ാമത്തെ ചോദ്യം, സിംപ്ലിഫൈ -3 all square into 5/3 all square. വളരെ സിമ്പിളാണ്. -3 all square എന്ന് പറയുന്നത് 9 ആണ്. -3 × -3 +9, 5ൻ്റെ സ്ക്വയർ 25, 3യുടെ സ്ക്വയർ 9. സോ 9 × 25/9, 9 നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആൻസർ 25 എന്ന് കിട്ടും. ഓക്കെ, ഇനി 25th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9m² + 12mn + 4n² ഈസ് സെയിം ആസ്. ഇതിനോട് സെയിം ആയിട്ടുള്ള ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 9m² + 12mn + 4n², ഇത് a + b all square എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് നിന്നുള്ള 9m² ആണ്. അപ്പോൾ നമുക്ക് a² സ്ഥാനത്ത് നിന്നുള്ളത് 9m² ആണ്. സോ a will be 3m ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ 12m എന്ന് പറഞ്ഞാൽ 2 × 3m × 2n ആണ്. ഇനി 4n² a² സ്ഥാനത്ത് 4n² ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 2n ആയിരിക്കും, 2n all square. നമുക്ക് ഇതിന് 3m all square + 2 × 3m × 2n + 2n all square എന്ന് എഴുതാം. സോ ഇത് a + b all square ഫോമാണ്, 3m + 2n all square. അപ്പോൾ ഇതാണ് 20 നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.